നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കെ ദിവ്യ എന്ന പേര് കേട്ടിട്ടില്ലേ? പിന്നെന്താ, ധാരാളത്തിലധികം കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എത്ര ആഴ്ചകളാണ് തുടർച്ചയായി ആ പേര് നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞു നിന്നത്. മനോരമയും മാതൃഭൂമിയും ഒന്നാം പേജിൽ ആ യുവതിയെക്കുറിച്ചുള്ള വാർത്ത പ്രധാന വാർത്തയാക്കിയത് ഒന്നും രണ്ടും ദിവസമല്ല. ഓർമ്മയില്ലാത്തവർക്ക് ആരാണത് എന്ന് പറഞ്ഞു തരാം. തൊഴിലിനു വേണ്ടി ഒരു പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതായിരുന്നു കെ ദിവ്യ ചെയ്ത മഹാപാതകം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ SFIയിൽ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് ഇത് കേരളം കണ്ട ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായി. എത്ര ദിവസമാണ് പ്രൈം ടൈമിൽ അശ്ലീല ചൊവ്വയോടെ ഈ വിഷയം വിനോയ് ജോണിനെ പോലുള്ള അവതാരകരും പാനലിസ്റ്റുകളും ചർച്ച ചെയ്തത്? അതിനുശേഷം പേരാറിലൂടെയും പെരിയാറിലൂടെയും നെയ്യാറിലൂടെയും ഒക്കെ എത്രയോ വെള്ളം ഒഴുകിപ്പോയി. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ കുറ്റത്തിന് അന്വേഷണം നേരിട്ടു. അവരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേരല്ലാതെ മറ്റു പ്രതികളെ ആർക്കറിയാം? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കിലോ കണക്കിന് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ജയിലിലായി. അയാളുടെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്കും ഓർമ്മയില്ല. തിരുവനന്തപുരത്ത് മറ്റൊരു നേതാവ് കഞ്ചാവ് കടത്തിന് പിടിയിലായി. കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് റെയിൽവേയുടെ ആസ്തികൾ മോഷ്ടിച്ച് വിറ്റതിന് ജയിലിലായി. ആരെങ്കിലും അറിഞ്ഞോ? ഞാനറിഞ്ഞു, പക്ഷെ പേര് ചോദിച്ചാൽ പെട്ടുപോകും, ഓർമ്മയില്ല. മലപ്പുറം ജില്ലയിലെ തുവൂരിൽ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് യുവതിയെ അലക്കുകല്ലിൻ്റെ അടിയിൽ കുഴിച്ചുമൂടിയ വാർത്ത ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ക്ഷമിക്കണം, ആ ക്രിമിനലിൻ്റെ പേര് ചോദിക്കരുത്, ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ ഗോഡ്സെയെ രാജ്യത്തിൻ്റെ വിമോചകനായി വാഴ്ത്തി കോഴിക്കോട് NITയിലെ അധ്യാപിക നടത്തിയ ഗാന്ധി നിന്ദ നമ്മിൽ പലരുടെയും ഓർമ്മയിലുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നടന്നതാകയാൽ ആ പേര് എനിക്കും ഓർമ്മയുണ്ട്. മാത്രമല്ല, അവർക്കെതിരെയുള്ള സമരങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഷൈജ ആണ്ടവൻ എന്നാണ് സംഘപരിവാർ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ആ മാതൃകാ അധ്യാപികയുടെ പേര്. കാര്യങ്ങൾ അങ്ങനെയാണ്. കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയും. ഏതെങ്കിലും ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് ഏതോ കാലത്ത് SFIയുടെയോ DYFIയുടെയോ കൊടി പിടിച്ച ആരെങ്കിലുമാണെങ്കിൽ അതാണ് വാർത്ത. അവരുടെ അടിയാധാരം വരെ ചികഞ്ഞ് വാർത്ത നൽകി അവരെ അപമാനിക്കും. ഗുരുതരമായ കുറ്റകൃത്യം തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി പ്രതിസ്ഥാനത്ത് കോൺഗ്രസിൻ്റെയോ BJPയുടെയോ പ്രവർത്തകരോ നേതാക്കളോ ആണെങ്കിൽ അങ്ങ് കണ്ണടയ്ക്കും. മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ പരിശീലനം അങ്ങനെയാണ്. ഇവരുടെയൊക്കെ സംരക്ഷണത്തിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്ത് നടക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. അത് ലോക്കൽ നേതാക്കളാവട്ടെ ദേശീയ നേതാക്കളാവട്ടെ എപ്പോഴും കട്ട സപ്പോർട്ടാണ്. മാധ്യമങ്ങൾ നടത്തുന്ന കർസവയുടെ ഒരു ക്ലാസിക് ഉദാഹരണം ഇന്നുണ്ട്, അതൊന്ന് നോക്കൂ. ഫെബ്രുവരി 10 മാതൃഭൂമി പാലക്കാട് ലോക്കൽ എഡിഷനിൽ വന്ന വാർത്തയാണിത്. പഴയ ഇരുമ്പ് വാഗ്ദാനം ചെയ്ത് 3.5 കോടി തട്ടി എന്ന കേസിൽ ദമ്പതിമാർ അറസ്റ്റിൽ. അതായത് ആക്രി കച്ചവടത്തിൽ ഏർപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും ആരെയൊക്കെയോ വെട്ടിച്ച് കുറേ പണമുണ്ടാക്കി, അത്രമാത്രം. ആരാണിവർ? ഏതോ ഒരു KC കണ്ണൻ, അയാളുടെ ഭാര്യ ഏതോ ഒരു ജീജാഭായി. ഇനി ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ വന്ന ഈ വാർത്തയൊന്ന് നോക്കൂ. ആക്രി കച്ചവട തട്ടിപ്പ് 3.5 കോടി തട്ടിയത് RSS തലപ്പത്തെ മൂന്നാമൻ. മാതൃഭൂമി തിരുവനന്തപുരം എഡിഷനിൽ ഈ വാർത്തയേ ഇല്ല, മനോരമയിലുമില്ല, ഒരു ചാനലും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. ഇനി ആരാണ് ഈ KC കണ്ണൻ എന്ന് നോക്കാം. RSSൻ്റെ ഭാരവാഹികളിൽ രാജ്യത്തെ മൂന്നാമനാണ്. കുന്ദവാഹക്ജിയും വടിവാൾജിയും പോലുള്ള തുക്കട കാലാൽ സ്വയം സേവകനല്ല. മുൻ സർ കാര്യവാഹ് എന്നാണ് ഇയാളുടെ ശാസ്ത്രീയ നാമം. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി സംഘികൾ അവകാശപ്പെടുന്ന RSSൻ്റെ മഹോന്നത സ്ഥാനങ്ങളിലൊന്ന് അലങ്കരിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആദ്യ മലയാളി. RSS നേതൃത്വം കനിഞ്ഞാൽ ഇപ്പോൾ മോഹൻ ഭാഗവത് ഇരിക്കേണ്ട കസേരയിൽ ഇരിക്കാൻ യോഗഭാഗ്യമുണ്ടാകാൻ സാധ്യതയുള്ള സ്വയംസേവകൻ. ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ കണ്ണൻജിയാണ്. അവിടെ കണ്ണൻജി എന്നാണോ കനയ്യാജി എന്നാണോ വിളിക്കുന്നത് എന്നൊന്നും അറിയില്ല. ഏതായാലും കേന്ദ്രഭരണം വരെ നിയന്ത്രിക്കുന്ന കാക്കി നിക്കറുകാരുടെ അഴിമതിയുടെ അളിഞ്ഞ മുഖം പുറത്തായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അത്രയ്ക്ക് ഉറപ്പുള്ള നട്ടെല്ല് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ ലേഖകർക്കും എഡിറ്റർമാർക്കും ഉണ്ടാവില്ല എന്നും ഉറപ്പാണ്. പത്തനംതിട്ട ജില്ലക്കാരനായ കണ്ണൻജിയുടെ പാർട്ട്ണർ മാത്രമല്ല, പാർട്ട്ണർ ഇൻ ക്രൈം കൂടിയായ സഹധർമ്മിണി ജീജാഭായ്ക്കുമുണ്ട് RSSൽ ആഴ്ന്നിറങ്ങിയ വേരുകൾ. കണ്ണൻജിയുടെ നേതൃത്വത്തിൽ നടന്ന ആർഷഭാരത വെട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പറയാം. ബംഗളൂരുവിലെ മധുസൂദൻ റെഡ്ഡി എന്നയാളാണ് ഇവരുടെ തട്ടിപ്പിനിരയായത്. ബാംഗ്ലൂരുവിലെ അടച്ചുപൂട്ടിയ ഒരു പഞ്ചസാര ഫാക്ടറിയിലെ ഉപകരണങ്ങൾ പൊളിച്ച് ആക്രി വിലയ്ക്ക് നൽകാം എന്നായിരുന്നു റെഡ്ഡിയുമായുള്ള കരാർ. 17 കോടിക്കായിരുന്നു കരാർ. ABVP മുൻ ദേശീയ ഭാരവാഹിയും ആന്ധ്ര സ്വദേശിയുമായ പ്രഭാകർ റാവുവും ഈ കരാറിൽ പങ്കാളിയാണ്. 17 കോടി വില നിശ്ചയിച്ച് വാദിയായ മധുസൂദൻ റെഡ്ഡിയിൽ നിന്ന് 3.5 കോടി അഡ്വാൻസ് വാങ്ങി സാധനം കൊടുക്കാതെ കബളിപ്പിച്ചു. BJPയിലെ സംസ്ഥാന ദേശീയ നേതാക്കളടക്കം ഉൾപ്പെട്ട തട്ടിപ്പിൻ്റെ വിവരങ്ങൾ
ഈ ആർഷഭാരത അഭിമാന ദമ്പതികളെ ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ പുറത്തുവരും. മോഡിയുമായും അമിത്ഷായുമായും അടുപ്പം പുലർത്തുന്നയാളാണ് എന്നറിഞ്ഞിട്ട് തന്നെയാവും കണ്ണൻജിയെയും ഭാര്യ ജീജാജിയെയും വെറും ദമ്പതികളാക്കി മാതൃഭൂമി 9-ാം പേജിലങ്ങ് ഒതുക്കിയത്. ഈ ആർഷഭാരത ദമ്പതികളുടെ തട്ടിപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ കള്ളപ്പണ ഇടപാടുകളൊക്കെ എത്ര നിസ്സാരം. തൃശ്ശൂരിലെ RSS BJP നേതാക്കളുടെ വീടിൻ്റെ ടെറസിലെ കള്ളനോട്ട് ഫാക്ടറിയൊക്കെ എത്ര തുച്ഛം. RSS BJP നേതാക്കളുടെ അടിമകളായി ഒരു കരിയർ മുഴുവൻ വാർത്ത തയ്യാറാക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യധാരയിലെ എല്ലാ മാധ്യമപ്രവർത്തകരോടുമായാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അനുസരണയോടെ വാലാട്ടി നടക്കുന്നതിനിടയിൽ ഇടയ്ക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഭരിക്കുന്ന പാർട്ടിക്കും RSSനും മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ ഒരു ദിവസമെങ്കിലും അന്തസ്സോടെ വാർത്ത കൊടുക്കാനുള്ള ധീരത കാട്ടണമെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കാക്കി നിക്കറിന് മുന്നിൽ നട്ടല് വളച്ച് മുഖം നിലത്ത് മുട്ടുമ്പോൾ ഒരു ഇറ്റുപോലും ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഈ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുത്തു കിട്ടുന്ന പണം ശമ്പളമായി എണ്ണി വാങ്ങുമ്പോൾ ഒരു തരിമ്പ് പോലും കുറ്റബോധം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? തൃശ്ശൂരിങ്ങെടുക്കാൻ കച്ച കെട്ടിയിറങ്ങിയ സുരേഷ് ഗോപിക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന മാതൃഭൂമി ചാനലിൻ്റെ ഒരു വാർത്ത നമ്മുടെ ദൃശ്യ സംസ്കാരം എത്രമേൽ മലീമസമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. കേന്ദ്ര സർക്കാർ കിലോ 25 രൂപയ്ക്ക് ചാക്കിലാക്കി ഭാരത് റൈസ് എന്ന പേരുമിട്ട് വിതരണം ചെയ്യുന്ന അരിയെക്കുറിച്ച് വാർത്ത ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ദൗർഭാഗ്യവാനായ ഒരു ലേഖകൻ. അയാൾ നടത്തറയിലെ ഒരു വീട്ടിൽ ചെല്ലുന്നു. വീട്ടിലെ ഒരു സ്ത്രീയോട് അരിവിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. വീട്ടിൽ പതിവായി പാകം ചെയ്യുന്ന മട്ട അരിയും ഭാരത് റൈസും വേവാനെടുക്കുന്ന സമയങ്ങളെക്കുറിച്ച് താരതമ്യ പഠനം നടത്തുന്നു. ആ സ്ത്രീ ലേഖകന് വെന്ത ചോറും കറിയും നൽകുന്നു. അയാളത് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഇരുവരും അതിനിടെ മോഡി സർക്കാരിനെ മുക്തകണ്ഠം പുകഴ്ത്തുന്നു. ഇതാണ് സീൻ. സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം തൃശ്ശൂരിൽ മാത്രമാണ് ഭാരത് അരി വിതരണം ചെയ്തത്. എന്നാൽ ഈ അരി വിതരണത്തിൻ്റെ വസ്തുത ഒന്ന് ചോദിച്ചറിഞ്ഞ ഒരു ലേഖകനായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു തിരക്കഥയും നടത്തറയിലെ നാടകവും ഒഴിവാക്കാമായിരുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പൊതുവിപണിയിൽ 24 രൂപയ്ക്ക് വിതരണം ചെയ്ത ചാക്കരിയാണിത്. വ്യത്യസ്ത നിറമുള്ള റേഷൻ കാർഡുകൾക്ക് 4 രൂപ, 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്തിരുന്ന ചാക്കരി പൊതുവിതരണ ശൃംഖലയ്ക്ക് നൽകാതെയാണ് ഭക്ഷണം കൊണ്ട് BJP രാഷ്ട്രീയം കളിക്കുന്നത്. ഇങ്ങനെ BJPക്കാർക്ക് എത്ര കാലം അരി വിതരണം ചെയ്യാനാകും? പൊതുവിതരണ ശൃംഖലയ്ക്ക് ബദലാണ് സംഘപരിവാർ സംവിധാനം എന്ന് വരുത്തേണ്ടത് BJPയുടെയും RSSൻ്റെയും ലക്ഷ്യമാണ്. അതിനെന്തിനാണ് മാധ്യമങ്ങൾ കുടപിടിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് അരി വിതരണം ചെയ്യാൻ പോലും കഴിയാത്ത സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന ആഖ്യാനം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് മാതൃഭൂമി ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ. ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിലൊന്നായാണ് ഇതിനെ കാണേണ്ടത്. സ്വാതന്ത്ര്യസമര പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന മാതൃഭൂമി എന്നോ സംഘപരിവാറിൻ്റെ തൊഴുത്തിലെ ഗോമാതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാടിവെള്ളവുമായി വരുമ്പോൾ സ്നേഹത്തോടെ അമറണം, തരുന്നത് തലയാട്ടി കുടിക്കണം, അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമാണുള്ളതെങ്കിൽ ഗ്ലാസ് പകുതി കാലിയാണെന്ന് പറയാം, പകുതി നിറഞ്ഞതാണെന്നും പറയാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഹാഫ് എംപ്റ്റി എന്നും ഹാഫ് ഫിൽഡ് എന്നും പറയാം. എന്നാൽ വെള്ളമുള്ള ഗ്ലാസ് കാണുമ്പോൾ അതിൽ വെള്ളമേ ഇല്ലെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് മനോരമ ലേഖകൻ തന്നെയായിരിക്കും, ഒട്ടും സംശയമില്ല. ലേഖകർ അയക്കുന്ന വാർത്തകൾ പരമമായ സത്യമാണെന്ന് വിശ്വസിച്ച് അതേപടി പ്രിൻറ്റിലേക്ക് കൊടുക്കുന്ന ന്യൂസ് ഡെസ്കുകളുണ്ടാകാം. സംശയ നിവൃത്തിക്ക് വേണ്ടി ലേഖകനെ തന്നെയോ വേണമെങ്കിൽ വാർത്താ ഉറവിടത്തെ തന്നെയോ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യുന്ന എഡിറ്റർമാരുമുണ്ട് നമ്മുടെ രാജ്യത്ത്. മനോരമയിൽ കഴിഞ്ഞ ദിവസം നൽകിയ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്ന ശീർഷകമുള്ള വാർത്ത വായിക്കുമ്പോൾ വാർത്ത എഴുതിയ അതിപ്രതാപ ഗുണവാനായ ലേഖകനെ അങ്ങേയറ്റം വിശ്വാസത്തിലെടുത്ത് വെട്ടിലായ എഡിറ്റർമാരോട് സഹതാപം തോന്നിപ്പോകും. സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സഭയുടെ മേശപ്പുറത്ത് വെച്ച ബ്യൂറോ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എ റിവ്യൂ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് കേരള എന്ന റിപ്പോർട്ടാണ് ലേഖകൻ്റെ സൃഷ്ടിക്ക് സാമഗ്രിയായത്. 18 കമ്പനികൾ പൂട്ടിയത് അക്കമിട്ട് നൽകിയിരിക്കുന്നു. അതിൽ 10 കമ്പനികൾ പൂട്ടിയത് 1990 മുതൽ 2015 വരെയുള്ള കാലയളവിലാണ്. 34 വർഷം മുമ്പ് പൂട്ടിയ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയും വ്യവസായ മന്ത്രി P. രാജീവിൻ്റെയും തലയിലിടാനാണ് ലേഖകൻ്റെ ശ്രമം. വാർത്ത തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ചെയ്യേണ്ട ഗൃഹപാഠം ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ലേഖകനെയും വായനക്കാരെയും തുറച്ചു നോക്കും. മനോരമയുടെ 1-ാം പേജിൽ വിളമ്പുന്ന വാർത്തകൾക്ക് ഇത്രയേ വിശ്വാസ്യതയുള്ളൂ എന്ന് വായനക്കാർക്ക് ബോധ്യപ്പെട്ടാലും തങ്ങൾക്കെന്ത് എന്ന ധാർഷ്ട്യമാണ് ഇതിൻ്റെ സ്രഷ്ടാക്കൾക്കുള്ളതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കേരള വിരുദ്ധമായ വികൃത സൃഷ്ടികളുടെ പട്ടികയിൽ ഒന്നുകൂടി എന്ന് സമാശ്വസിക്കാമെന്നല്ലാതെ മറ്റൊരു കാര്യവുമില്ല. ഇതേ മനോരമ തന്നെ കൊടുത്ത ഒരു വാർത്ത നോക്കൂ. ഗ്യാൻവാപ്പി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതിയെന്ന്. അതൊരു പള്ളിയാണ് മിസ്റ്റർ.
അതൊരു പള്ളിയാണെന്ന് വായനക്കാർക്ക് തോന്നരുത് എന്ന ലക്ഷ്യം വെച്ചാണ് വാർത്ത എഴുതിയത്. സംഘപരിവാർ പൂജയുടെ അങ്ങേയറ്റം എന്നല്ലാതെ എന്തു പറയാൻ? മാതൃഭൂമി കേന്ദ്ര ബജറ്റ് റിപ്പോർട്ടിങ്ങിൽ നടത്തിയ സുപ്രധാനമായൊരു കണ്ടുപിടുത്തമുണ്ട്. ധനമന്ത്രിയുടെ സാരിയുടെ വൈവിധ്യത്തെക്കുറിച്ചാണത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ PV അൻവർ ഉന്നയിച്ച അഴിമതി ആരോപണം കേട്ട് മാതൃഭൂമിക്ക് ചിരി വന്നുപോലും. ഈന്തപ്പഴത്തിൽ കുരുവിൻ്റെ രൂപത്തിൽ സ്വർണം കടത്തി, ഖുറാനിൽ സ്വർണം കടത്തി, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ കേട്ടപ്പോൾ വരാത്ത ചിരി എങ്ങനെയാണ് ഇപ്പോൾ വന്നത്? അന്നൊക്കെ സഗൗരവം വാർത്ത നൽകിയ മാധ്യമങ്ങളിലൊന്നാണിത്. ഏതായാലും കേരളം കുറെ കൂടി ഗൗരവമായ മാധ്യമപ്രവർത്തനം അർഹിക്കുന്നുണ്ട് എന്ന ആശയം പങ്കുവച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ മീഡിയ ഓഡിറ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.